നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം നടത്തി. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ വി ഡി സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്നതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയതും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു എന്ന്? വി ഡി സതീശൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ തടസ്സങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. മാപ്രകൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കണകണാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരു സുഗമമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിന് അദ്ദേഹത്തെ അനുവദിക്കാത്ത രീതിയിലാണ് ഈ മാപ്രകളുടെ ഒരു പോക്ക്. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തുടങ്ങാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും, പിന്നെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിനുള്ള അവസരമില്ല. മൈക്ക് ഓഫ് ആക്കുന്നതിന് മുൻപാണെങ്കിലും എഴുതി വായിക്കുന്നതല്ലാതെ ഒരു ചോദ്യത്തിന് അവിടെ ഇടയില്ല. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെ പൊട്ടിത്തെറിയും കലാപവുമാണ് നടക്കുന്നത്. ആ ഒരു നോട്ടത്തിൽ തന്നെ ചുട്ടെരിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പോക്ക്. പക്ഷേ ഒരു മര്യാദ കാണിക്കണം. ഇങ്ങനെ ഈ ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറാം എന്നുള്ള രീതി അങ്ങ് അവസാനിപ്പിക്കണം. അദ്ദേഹം മര്യാദയ്ക്കൊക്കെ മറുപടി പറയുന്നു എന്ന് കരുതി അങ്ങനെ ചൊറിഞ്ഞു ചെല്ലുന്നത് മാപ്രയ്ക്ക് നല്ലതല്ല. ഏതായാലും ഇന്നലെ അദ്ദേഹം കണക്കിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥാ സാഹചര്യങ്ങളിലും മനുഷ്യർ ദുരന്ത മുഖങ്ങളിൽ നിൽക്കുന്ന സമയത്തും എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ട് വരേണ്ടിയിരുന്നത് അദ്ദേഹം ആഹാരം കഴിച്ച ഒരു നേരത്തെ ആഹാരം കഴിച്ച ഫോട്ടോ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ അതിന്റെ വീഡിയോ ആയിരുന്നല്ലോ. അതിന് കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ആഹാരം കഴിക്കുന്നില്ല, അതല്ലേ പ്രശ്നം, അതങ്ങ് തീരുമല്ലോ എന്നാണ് അദ്ദേഹം മാപ്രകളോട് കൈകൂപ്പി ചോദിച്ചത്. അത് മാത്രമല്ല, 3 മണിവരെ, ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ അദ്ദേഹം ആഹാരമൊന്നും കഴിച്ചില്ല, വിശന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു സന്ദർശനത്തിന് പോയ വീടിനടുത്ത് തന്നെ ഒരു വീട്ടിൽ ആഹാരം ഏർപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് മലബാർ മേഖലകളിലൊക്കെ വെറുതെ ഒരു കാപ്പി കുടിക്കാൻ ചെന്നാലും മേശ നിറയെ വിഭവങ്ങളായിരിക്കും. അവരുടെ ആതിഥ്യ മര്യാദ അങ്ങനെയാണ്, അവരങ്ങനെയാണ്. അതനുസരിച്ച് കുറേ സാധനങ്ങൾ അവിടെ നിരത്തി വെച്ച് പോയി. അതിൻ്റെ അർത്ഥം ഒരു വിരുന്ന് സൽക്കാരത്തിന് ഞാൻ പോയെന്നല്ല, ആഹാരം കഴിക്കാൻ വേണ്ടി പോയി. ഒരു മനുഷ്യൻ്റെ വയറ്റിൽ കൊള്ളുന്നതല്ലേ കഴിക്കുകയുള്ളൂ. ഒരു നേരത്തെ ആഹാരം നമ്മുടെ മുഖ്യമന്ത്രി കഴിച്ചു എന്ന് കരുതി അതിനെ ഇത്രത്തോളം വിവാദമാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഹീനമായിട്ടുള്ള ഒരു അപവാദ പ്രചരണമാണ് നടന്നത്. കാരണം വളരെ വില കുറഞ്ഞ ഒരു അപവാദ പ്രചരണമായിരുന്നു. രാഷ്ട്രീയം നമുക്ക് ഉയർത്തി കാണിക്കാം, അല്ലെങ്കിൽ വേറെ ഗൗരവമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർക്കോ ഭരണകർത്താക്കൾക്കോ നേരെ നമുക്ക് ഉയർത്തി കാണിക്കാം. ഒരു നേരത്തെ ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോയി, ഇതൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും മോശക്കാരായി ചിത്രീകരിക്കാൻ പറ്റുമോ? അതൊക്കെ വില കുറഞ്ഞ രീതികളല്ലേ. മാപ്ര ആ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഏത് വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന്. പിന്നീട് ഹെലികോപ്റ്റർ എടുത്ത് പറന്നു. അതിനും കൃത്യമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാസം 80 ലക്ഷം രൂപ വാടകയ്ക്കാണ് മുൻ സർക്കാർ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. 25 മണിക്കൂർ ഒരു മാസത്തിൽ അത് പറക്കണം. ഈ സർക്കാർ കയറിയിട്ട് ഇപ്പം 3 മാസമായി. ഇതിനിടയ്ക്ക് 3-4 മണിക്കൂറേ അത് പറന്നിട്ടുള്ളൂ. അത് പറന്നാലും പറന്നില്ലെങ്കിലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ വാടക കൃത്യമായിട്ട് കൊടുക്കാനുള്ളതാ. വരുന്ന സെപ്റ്റംബർ 19-ാം തീയതിന്റെ കാലാവധി അവസാനിക്കും. അതുവരെ ഇത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കണം. അദ്ദേഹം സർക്കാരിന്റെ പൈസ അല്ലെങ്കിൽ ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല എന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയല്ല പോയത്, ഒരു നിക്ഷേപക ഗ്രൂപ്പിനെ അത്യാവശ്യമായിട്ട് വളരെ എമർജൻസി ആയിട്ട് കാണാൻ പോയതുകൊണ്ടാണ് ഹെലികോപ്റ്റർ എടുക്കേണ്ടി വന്നതെന്നും ഒക്കെ അദ്ദേഹം വിശദീകരണം തന്നു. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. നമുക്കൊരു സംശയത്തിനിടയില്ലാത്ത വിധം വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം അതിൻ്റെ കൂടെ പിണറായി വിജയനിട്ട് താങ്ങുകയും ചെയ്തു. ഈ താങ്ങലൊക്കെ ഇവർ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പിണറായി വിജയൻ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ ഹെലികോപ്റ്ററിൽ പറന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും എടുത്തു കൊടുത്തിട്ടുണ്ട്, ഈ വക കാര്യങ്ങളുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇവരൊക്കെ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊക്കാൻ കാരണമാകുന്നത്. എന്താണെങ്കിലും ഇന്നലത്തെ വാർത്താ സമ്മേളനം എനിക്ക് നന്നായിട്ട് ബോധിച്ചു. കാരണം ഒരു കാര്യവുമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വിവാദമുണ്ടാക്കി അതൊക്കെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എഴുന്നള്ളിക്കുമ്പോൾ അദ്ദേഹം വേണ്ട അംഗീകാരം, വേണ്ട പരിഗണന കൊടുത്താണ് അത് സംസാരിക്കുന്നത്. പരിഹാസമാണ് അർഹിക്കുന്നതെങ്കിൽ പരിഹാസം മാത്രം. അത് പരിഹാസത്തിനപ്പുറം, പുച്ഛത്തിനപ്പുറം ഒന്നും അർഹിക്കുന്നില്ല. ഈ ഭക്ഷണത്തിന്റെ കാര്യവും ഹെലികോപ്റ്ററിന്റെ കാര്യവും ഒക്കെ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ വിവാദ പ്രചാരണങ്ങളൊക്കെ, അപവാദ പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു പ്രായമുള്ള അമ്മച്ചിയെ കൊണ്ട് ഒരു സഖാവ് പറയിച്ച കാര്യം അതും നമ്മൾ കേട്ടു. ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ആ അമ്മച്ചി നിഷ്കളങ്കയാണ് കേട്ടോ. അവർ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഓണമായിരുന്നു, അതായത് പ്രളയ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ ഒരു ഓണ സമാനമായിട്ട് എന്തൊക്കെ കിട്ടാനുള്ള ഒരു സമയമായിട്ട് കാണുന്ന കുറേ മനുഷ്യരുമുണ്ട്. ക്യാമ്പ് വന്നാൽ നമുക്ക് കുറേ ആഹാര സാധനങ്ങൾ കിട്ടും, തുണിത്തരങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ പോലും ഉണ്ട്. നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്. അവരതൊക്കെ വെച്ചാണ് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ അമ്മയുടെ വായിൽ നിന്ന് അങ്ങനെ വന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒന്നും ഉണ്ടായില്ല, അതിനുശേഷം അത് ബിജിലിമോൻ പറയിപ്പിച്ചതാണ് എന്നുകൂടി അമ്മച്ചിയുടെ
വായിൽ നിന്ന് വന്നപ്പോൾ സഖാക്കൾക്ക് തൃപ്തിയായി. പിന്നീട് ആ അമ്മച്ചിയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുന്നത് കണ്ടു. ഇത് നമുക്ക് ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ഓർമ്മയുണ്ട്. ഒരു പ്രായമുള്ള മനുഷ്യന്റെ പോക്കറ്റിൽ പൈസ വെച്ച് കൊടുത്തതും അദ്ദേഹം അത് എടുത്തു കൊടുക്കുന്നതും നിങ്ങൾ തന്നെ വരണമെന്നും പറയുന്നതൊക്കെ വീഡിയോ ഇവർ പറഞ്ഞു പറയിച്ചത്. ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടികളാണ്. വേറൊന്നും ഇല്ലാതെ വരുമ്പോൾ കുത്തിത്തിരിപ്പിനുള്ള ശ്രമം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള സമയമല്ല ഇത്. ഈ സമയമല്ല, ഏത് സമയത്താണെങ്കിലും രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ടാണ് നേരിടേണ്ടത്, വ്യക്തിപരമായിട്ടല്ല. അല്ലെങ്കിൽ കുത്തിത്തിരിപ്പിലൂടെയല്ല, കുനഷ്ടിലൂടെയും കുതന്ത്രങ്ങളിലൂടെയുമല്ല രാഷ്ട്രീയത്തെ നേരിടേണ്ടതും വിമർശിക്കേണ്ടതും. VD സതീശൻ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് പറയുന്നു. കുറേ സഖാക്കളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ട് മെഴുകുന്നത് കണ്ടു. അങ്ങനെ പോയിരിക്കുകയായിരുന്നു, ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയി ആർമാദിക്കുകയായിരുന്നു, വിരുന്ന് സൽക്കാരത്തിന് പോയി. ഒരു മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ എത്ര നാൾ മുൻപേ അവർ കണക്ക് കൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണെന്ന് അറിയാത്തവരാണോ ഇതൊക്കെ? ഒന്നുമല്ല. വളരെ ദിവസങ്ങൾക്ക് മുൻപ്, വളരെ മാസങ്ങൾക്ക് മുൻപൊക്കെ ആയിരിക്കും അവർ ഓരോ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അതിന് പോകേണ്ട കാര്യമുണ്ട്, അത്യാവശ്യമുണ്ടെങ്കിൽ പോവുക തന്നെ വേണം. നമ്മുടെ നാട്ടിൽ ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നു, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ നാടിന്റെ പുരോഗതിക്ക് ഉതകുന്ന ഒരു സ്ഥാപനം ഉയരുന്നുണ്ടെങ്കിൽ അതിൽ പങ്കാളിയാകാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് സാഹചര്യം കിട്ടുന്നുണ്ടെങ്കിൽ പങ്കാളിയാകുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം ഒരു പ്രാധാന്യം, ഗൗരവം വ്യവസായ സ്ഥാപനങ്ങളുടെ ഇവിടുത്തെ ഉയർച്ചയിൽ നമ്മുടെ ഭരണകൂടം കാണുന്നുണ്ട്. അത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നുള്ള ഒരു പൊതുബോധം എല്ലാവരിലും ഉണ്ടാക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മന്ത്രിമാരാണെങ്കിലും ഭരണകർത്താക്കളാണെങ്കിലും ആരാണെങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ പങ്കെടുക്കണം. അല്ലാതെ വെറുതെ കെട്ടിടം പണിത് വെച്ച് സർക്കാർ ഇത്ര കോടി രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞ് കെട്ടിടത്തിനകത്ത് കാലിയാക്കിയിട്ടിട്ട് റിബൺ മുറിച്ച് അദ്ദേഹം പ്രഹസനം കാണിച്ചില്ലല്ലോ. അങ്ങനെ പ്രഹസനം കാണിച്ച് നടന്ന ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായിട്ട് വളരെയധികം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇഷ്ടപ്പെട്ടു. യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ എല്ലാവിധ മറുപടികളും കൃത്യമായിട്ട് മാപ്രകൾക്ക് കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യുന്നു. മാപ്രകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും അദ്ദേഹം വിജയിക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് കണന്ന് സംസാരിച്ച ഒരു റിപ്പോർട്ടറോട് അദ്ദേഹം പറഞ്ഞു, എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പ്രസംഗിക്കുക. കുറച്ച് സമയം അദ്ദേഹം നിശബ്ദനായിട്ടിരുന്നു. കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ? എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, പിണറായി വിജയനായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ? ഞാൻ ഇങ്ങനെ ഇരുന്ന് തരുന്നു എന്ന് കരുതി നിങ്ങൾ തലേ കയറി നിരങ്ങരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ അവിടെ ഇരുന്ന് പ്രസംഗിക്കാതെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആ സംസാരിക്കാനുള്ള സമയം കൊടുക്കുക. ഇടയ്ക്ക് കയറി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ വലിയ ഒരു റിപ്പോർട്ടർ ആകുന്നില്ല. ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വാലും ചുരുട്ടി മിണ്ടാതിരുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ള ബോധം കൂടി വേണം. ഇവിടെ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഓടി അങ്ങ് കയറാം എന്നുള്ള ചിന്ത അങ്ങ് അവസാനിപ്പിക്കുക.